നമസ്കാരം. വിവാദങ്ങളില്ലാതെ എന്ത് ആഘോഷം, അല്ലെങ്കിൽ വിവാദങ്ങളില്ലാതെ എന്ത് ദുരന്തല്ലേ? ഓക്കെ, അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പുതിയ വിവാദം. ഓക്കെ, വയനാട് റിലേറ്റഡ് ആയിട്ടാണ് കേട്ടോ. കഷ്ടമാണ് കാര്യങ്ങൾ. എനിക്കെത്ര പറയുള്ളൂ. ബാക്കി നിയമവശവും അതിൻ്റെ ബാക്കി റോളും പരിപാടിയും കാര്യങ്ങളൊക്കെ അറിയുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയാം. ഇന്നിപ്പോൾ ലാലേട്ടൻ്റെ കൂടെ മേജർ രവിയും പിന്നെ ലാലേട്ടൻ്റെ ബറ്റാലിയനും എല്ലാവരും കൂടി വയനാട് സന്ദർശിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായല്ലോ അല്ലേ? അതിനെക്കുറിച്ച് നമ്മൾ 2-3 വീഡിയോ ചെയ്തിരുന്നു. അതിനേക്കാളും കൂടുതൽ ഒരുവിധം കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു ന്യൂസ് കണ്ടു, റിപ്പോർട്ടറിൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് കണ്ടത്. സൈനിക യൂണിഫോം ദുരുപയോഗം ചെയ്തു മേജർ രവിക്കെതിരെ നടപടിയെടുക്കണം, പ്രധാനമന്ത്രിക്ക് പരാതി. ഓക്കെ, മേജർ രവി അവിടെ വന്നത് സൈനിക യൂണിഫോം ധരിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ മേജർ രവിയുടെ ഒരുപാട് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പുള്ളി എങ്ങനെയാണ് ഈ ഒരു നേഷനെ കാണുന്നത്, പൊളിറ്റിക്കൽ കാര്യങ്ങളൊക്കെ വിടും. ഞാനത് സംസാരിക്കാനേ നമ്മളതിലേക്ക് പോകുന്നേ ഇല്ല. ഓക്കെ, പൊളിറ്റിക്സ് വെച്ചിട്ടുള്ള സംസാരിക്കുന്ന ആളുടെ പൊളിറ്റിക്കൽ വ്യൂ, അയാളുടെ ചായ്വ് എന്താണ്, അയാളുടെ പരിപാടികൾ എന്താണ്, എജൻഡാസ് എന്താണ്, ഇതൊന്നൊരു വിഷയമല്ല അയാളുടെ കേട്ടോ. പക്ഷേ ഇപ്പോൾ ഈ വയനാട്ടിൽ ഇങ്ങനത്തെ ഒരു സംഗതി നടക്കുന്ന സമയത്ത് ഇതുപോലൊരു കുത്തിത്തിരിപ്പ് ഒരു കുത്തിത്തിരിപ്പായിട്ടല്ലേ എനിക്ക് തോന്നുന്നുള്ളത് കേട്ടോ. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം, എന്താണ് സംഭവം എന്നുള്ളത് നോക്കാം. ഓക്കെ, മേജർ രവിയുടെ നടപടി പൊതുജനത്തിനും രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടവർക്കും തെറ്റിദ്ധാരണയുണ്ടാക്കുമെന്ന് മാത്രമല്ല സുരക്ഷാ പ്രശ്നവും ഉയർത്തുന്നതാണ് എന്നും പറഞ്ഞിട്ടാണ് ഒരാൾ പരാതി കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് കേട്ടോ. മുണ്ടക്കൈ ദുരന്തബാധിത പ്രദേശം സന്ദർശിക്കാൻ എത്തിയ മേജർ രവി സൈനിക യൂണിഫോം ഉപയോഗിച്ചതിനെതിരെ പരാതി. ഡിഫൻസ് സർവീസ് റെഗുലേഷൻ പ്രകാരം സൈന്യത്തിൽ നിന്നും വിരമിച്ചയാൾ സൈനിക യൂണിഫോം ഉപയോഗിക്കുന്നത് ചട്ടലംഘനമാണെന്നും മേജർ രവി സൈനിക യൂണിഫോം ദുരുപയോഗം ചെയ്തുവെന്നുമാണ് പരാതി. സൈന്യത്തിൽ നിന്നും വിരമിച്ച RA അരുൺ എന്നയാളാണ് പരാതി നൽകിയത്. അപ്പോൾ അരുൺ എന്ന് പറഞ്ഞിട്ടുള്ള സാറാണ്, എക്സ് സർവീസ്മെൻ പരാതി നൽകിയിരിക്കുന്നത്. ഞാൻ ഇവിടെ മേജർ രവി തന്നെ പറഞ്ഞിട്ട് കേട്ടായിരുന്നു, മുന്നേ നമ്മൾ കേട്ടിട്ടുണ്ട്, വൺസ് എ സോൾജിയർ ഓൾവേസ് എ സോൾജിയർ. ഓക്കെ, ബട്ട് വെൻ ഇറ്റ് കംസ് ടു യൂണിഫോം എനിക്ക് മനസ്സിലായത്, എൻ്റെ അറിവ് വെച്ചിട്ട് മനസ്സിലായതെന്ന് വെച്ചാൽ, ഒരു റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു ആർമി ഓഫീസർ ആൾക്ക് യൂണിഫോം വീണ്ടും ധരിക്കണമെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി എ സ്പെഷ്യൽ ഒക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, കറക്റ്റ് ചെയ്യണം, എനിക്ക് അറിയില്ല തെറ്റാണെങ്കിൽ കേട്ടോ. സ്പെഷ്യൽ ഒക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ എന്താ പറയുക, ഇൻഡിപെൻഡൻസ് ഡേ അതുപോലെ നാഷണൽ ഡേയ്സിലാണ് ഈ സ്പെഷ്യൽ ഒക്കേഷൻ എന്നാണ് പറയുന്നതെന്ന് വിചാരിക്കുന്നത്, അറിയില്ല. ഇപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ അറിവ് പ്രകാരം, ഇപ്പം ഞാൻ ഇത് നോക്കിയ അറിവ് പ്രകാരം ഇത് ഈ ഒരു വയനാട് ലാൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞ സമയത്ത് ഒരു സ്പെഷ്യൽ ഒക്കേഷൻ ആവാൻ ചാൻസ് ഇല്ല, എനിക്കറിയില്ല കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, അറിയുന്നവർ കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം, പ്രശ്നം. ഓക്കെ, പ്രോബ്ലം എന്താ വെച്ചാൽ, ഇപ്പോൾ ഇതിൻ്റെ ഇടയിലൂടെ ഇങ്ങനൊരു കുത്തിത്തിരിപ്പ് വേണമായിരുന്നോ, എന്തായിരിക്കും ഈ ഒരു കുത്തിത്തിരിപ്പിൻ്റെ ഉദ്ദേശം എന്ന് നോർമൽ ആൾക്കാർക്ക് ചിന്തിച്ചാൽ അറിയാം. ഓക്കെ, ഇനി വേറെ എവിടെ പോയി എവിടെ പോയി. ഓക്കെ, മേജർ രവിയുടെ നടപടി പൊതുജനത്തിനും രക്ഷാദൗത്യത്തിലും ഏർപ്പെടുന്നവർക്കും തെറ്റിദ്ധാരണ ഉണ്ടാക്കുമെന്ന് മാത്രമല്ല സുരക്ഷാ പ്രശ്നവും ഉയർത്തുന്നതാണ്. ഇക്കാര്യത്തിൽ ഉചിതമായ അന്വേഷണം നടത്തി മേജർ രവിക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് അരുൺ പരാതിയിലൂടെ ആവശ്യപ്പെട്ടത്. ഈ അരുൺ ആരാന്നുള്ളത് ഇപ്പോൾ ഏകദേശം കുറച്ച് ആൾക്കാർ അറിഞ്ഞു, അത് വേറെ കഥ. പ്രധാനമന്ത്രി, പ്രതിരോധ മന്ത്രി, കേരള മുഖ്യമന്ത്രി, DGP, വയനാട് SP എന്നിവർക്കാണ് പരാതി നൽകിയത്. ഭഗവാനെ, അതിനൊക്കെ സമയം കിട്ടിയിട്ടാവും. സൈനിക യൂണിഫോം ദുരുപയോഗം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ് മേജർ രവിയുടെ പ്രവൃത്തി. ഇത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉയർത്തും, ദേശസുരക്ഷയ്ക്ക് ഭീഷണിയാണ്. മേജർ രവിക്കെതിരെ നടപടിയെടുത്ത് ഇന്ത്യൻ മിലിറ്ററി യൂണിഫോമിനെ അന്തസ്സ് കാത്തു സൂക്ഷിക്കുന്നുവെന്ന് ഉറപ്പാക്കണമെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ദുരന്തമുഖത്ത് സൈന്യം നടത്തുന്ന സേവനത്തിൽ തനിക്ക് അഭിമാനമുണ്ടെന്നും എന്നാൽ സൈനിക യൂണിഫോമിൽ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ മേജർ രവിയുടെ പ്രവൃത്തിയെ ശക്തമായി അപലപിക്കുന്നുവെന്നും അരുൺ പറയുന്നു. വിശ്വശാന്തി ഫൗണ്ടേഷനുമായി കൈകോർത്താണ് മോഹൻലാൽ, മേജർ രവി അടങ്ങുന്ന സംഘം ഇന്ന് വയനാട് ദുരന്തമുഖത്തെത്തിയത്. അതിനിടെ മേജർ രവി പ്രദേശത്ത് നിന്നും സെൽഫി എടുത്തതിനെ വിമർശിക്കുന്നു വരുന്നുണ്ട്. മൂപ്പർ അവിടെ സെൽഫി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സംഗതി. ഓക്കെ, ഇതാണ് ഇഷ്യൂ. ഞാൻ എൻ്റെ ഒരു പരിമിതമായ അറിവ് പ്രകാരം മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്പെഷ്യൽ ഒക്കേഷൻസിലാണ് ഒരു സോൾജിയർക്ക് ഇത് യൂണിഫോം ഇട്ടിട്ട് വരാൻ പാടുള്ളൂ. ഇതൊന്നും അറിയാത്ത ആളായിരിക്കില്ല പുള്ളി എന്ന് തോന്നുന്നല്ലേ, ഐ ഡോണ്ട് നോ, വാട്ട് എവർ. അതൊക്കെ അവരാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് എന്താ വെച്ചാൽ അവരൊക്കെയാണ് ഇതിൻ്റെയൊക്കെ കമൻറ്റ് ചെയ്യേണ്ടത്. പക്ഷേ എന്താണെന്നുണ്ടെങ്കിലും ഒരു സോൾജിയർ വിരമിച്ചതിന് ശേഷം സ്പെഷ്യൽ ഒക്കേഷൻസ് ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു നാഷണൽ ഡേ, ഇതൊക്കെ എൻ്റെ ഒരു അറിവ് കേട്ടോ, പരിമിതമായ അറിവ്, കറക്റ്റ് മീ ഇഫ് ഐ എം റോങ്. അപ്പോൾ അതുപോലുള്ള ഒക്കേഷൻസ്, നാഷണൽ ഡേ അതുപോലുള്ള കാര്യങ്ങൾ, ഇൻഡിപെൻഡൻസ് ഡേ,
റിപ്പബ്ലിക് ഡേ അല്ലേ, ഇങ്ങനത്തെ ഡേയ്സിൽ മാത്രമേ ഇടാൻ പാടുള്ളൂ എന്നുള്ളതാണ് എനിക്കറിഞ്ഞ മനസ്സിലാക്കിയത്. ഇനിയിപ്പോൾ അതല്ല നീ അങ്ങനെ ഇട്ടു, എന്താണ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത്? ഇത് ഒരു സ്കൂൾ ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇനോഗ്രൽ സെറിമണിയോ അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും സംഭവമൊന്നും അല്ലല്ലോ അല്ലേ. ഒരു ദുരന്ത മുഖത്തിൽ അവർ വന്നിട്ടുള്ളൊരു കോസ് ഞാനിതിനെങ്ങനെയാണ് കാണുന്നിട്ടോ, ഞാൻ ഇതിനെങ്ങനെയാണ് കാണുന്നത്, ഒരു മനുഷ്യത്വം ആ ഒരു ആംഗിളിലാണ് നമ്മൾ കാണുന്നുള്ളൂ. ഓക്കെ, അതുപോലൊരു സിറ്റുവേഷനിലാണ് വന്നത്. അപ്പോൾ കുത്തിത്തിരിപ്പെങ്കിൽ കുത്തിത്തിരിപ്പ്, അല്ലെങ്കിൽ കാര്യമായിട്ട് ചൂണ്ടിക്കാണിക്കലെങ്കിൽ കാര്യമായിട്ട് ചൂണ്ടിക്കാണിക്കൽ, എന്താണെന്നുണ്ടെങ്കിലും അതൊരു കേസായിട്ട് ആയി, കേസ് പരാതി കൊടുത്തു. ഇനിയിപ്പോൾ കേസ് ടേക്കപ്പ് ചെയ്യോ, നെക്സ്റ്റ് സിറ്റുവേഷനിലേക്ക് പോവോ, എന്താ പരിപാടി എന്നുള്ള അറിയില്ല. ഇതാണ് ഇപ്പോഴുള്ള ന്യൂസ്. കമൻറ്റ് ബോക്സ് ഭയങ്കര, ആസ് ഓൾവേസ് കമൻറ്റ് ബോക്സ് ഭയങ്കര രസമാണ്. കാരണം അവിടെ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു കേസ് വരുന്ന സമയത്ത് രണ്ടും ഉണ്ടായിരിക്കുമല്ലോ. ഒന്ന്, നല്ല കാര്യം, ഈ ഒരു അവസരത്തിൽ ഇതുപോലെ ഒരു പ്രശ്നം ഉയർത്താൻ ആർക്കാണ് താല്പര്യം എന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ. പോളിറ്റിക്സ് നല്ല കാര്യം. മൈനർ രവി, ഹീ ക്യാൻ വെയർ ഹിസ് യൂണിഫോം എനി ടൈം. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇസ് റൈറ്റ്. ഹീ കനോട്ട് വെയർ എനി ടൈം കേട്ടോ എന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഹീസ് എ ഫോമർ ഇന്ത്യൻ സോൾജർ, യെസ്, യെസ് ടു റെസ്പെക്ട്. ഈ ആർമിയുടെ കേസ് ഞാൻ ഈ ഒരു കൂട്ടത്തിൽ എടുത്ത് പറയാതെ വയ്യട്ടെ. എന്തിനു മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഇത്രയധികം ആൾക്കാർ അവിടെ വരുന്ന സമയത്തും, സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ, ലാലേട്ടൻ ആയിക്കോട്ടെ, ഹൂ എവർ ഇറ്റ് ബി, ഇതുപോലുള്ള സെലിബ്രിറ്റീസ് വരുന്ന സിറ്റുവേഷനേക്കാളും കൂടുതൽ, വന്നു പോകുന്ന സമയത്ത് മീഡിയ അറ്റൻഷനേക്കാളും കൂടുതൽ അവിടെ ഒരു ആർമിയിൽ നിന്ന് മാത്രമല്ല കേട്ടോ, അതിൽ സിവിലിയൻസും പെടും, ഈ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടില്ല എല്ലാവരും, പക്ഷേ പെടും. പക്ഷേ ആർമി ഹാസ് ടു ബി ലൈക്ക് നമ്മളത് ഒരു പരാമർശിക്കാതെ പോരുന്നെന്ന് പറയാൻ നമ്മൾ ആരുമില്ല, അത് പറയാൻ പോലും അർഹതയില്ല. ഞാനങ്ങനെ ഇതിനെ കാണുന്നത്. ആർമിയിൽ നമ്മളവരെ ഭയങ്കര അത് പറയാനുള്ള അർഹത പോലും ഇല്ല, സീരിയസ്ലി. ബിക്കോസ് അതാണ് ഇന്ത്യൻ ആർമി, ദാറ്റ്സ് ദി ആർമി. നമ്മുടെ ആർമി അതാണ് അല്ലേ. നമുക്ക് ആ പറയുമ്പോൾ തന്നെ നമുക്കൊരു ഗൂസ് ബംസ് ആണ്, സീരിയസ്ലി. ആ ബെയിലി പാലം അല്ലേ, എന്താ അവർക്ക് ഇത് എവറിത്തിങ് വിച്ച് ഇസ് ഒരു ഹ്യൂമനേക്കാൾ അപ്പുറം, ഒരു സൂപ്പർ ഹ്യൂമനെ കൊണ്ട് പോസിബിളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിതിൻ നോ ടൈം. ഈ പാലൊക്കെ, ഈ ബെയിലി പാലത്തിൻ്റെ സംഭവം ഞാൻ വായിച്ചിരുന്നു കേട്ടോ. ഞാൻ പെട്ടെന്ന് എൻ്റെ അടുത്ത് ആ ക്ലിപ്പ് ഞാൻ എടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഐ വുഡ് ഹാവ് ടോൾഡ് ഇറ്റ് സ്ട്രേറ്റ് അവേ. അതായത് എത്ര ദിവസം കൊണ്ടാണ് ഈ ഉത്തരാഖണ്ഡിൽ അവിടെ പ്രശ്നങ്ങളുണ്ടായ സമയത്ത് ഈ ബെയിലി ബ്രിഡ്ജ് ഇവർ ഇതാക്കിയത്. ഒരു ബ്രിട്ടീഷ് ഒരാൾ അന്ന് ആ ബെയിലി എന്ന പുള്ളിയുടെ പേര് അങ്ങനെ കിട്ടിയിരിക്കുന്നത് അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. ആ ബ്രിഡ്ജ് ഇവരുണ്ടാക്കിയത് ഈ ഒരു സമയം കൊണ്ടാണെങ്കിൽ ഇവിടെ 36 hours, കറക്റ്റ് മീ ഇഫ് ഐ ആം റോങ്, ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ 36 മണിക്കൂർ കൊണ്ടാണ് ഇവർ ഈ ബെയിലി ബ്രിഡ്ജ് തയ്യാറാക്കിയിരിക്കുന്നത്. വിതിൻ 36 hours ആർമി വാസ് റെഡി. അതാണ് ഇന്ത്യൻ ആർമി. അത് വല്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ സീരിയസ്ലി നമ്മളത് റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. റെസ്പെക്റ്റ്, അതേ പറഞ്ഞത്, നമുക്കത് പറയാനുള്ളൊരു അർഹത പോലും ഇല്ല. ഓക്കെ, ഞാൻ പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു ഓഫീസർ, ഒരു എക്സ് സർവീസ്മാൻ അല്ലേ പറയുക, എക്സ് ആർമി ഓഫീസർ, സോൾജർ, ഇന്ത്യൻ ആർമിയിൽ സെർവ് ചെയ്തുകൊണ്ട് ഇത്ര ഹൈ റാങ്കിൽ ഇരിക്കുന്നൊരു വ്യക്തി ഒരിക്കലും അറിയാതെ ചെയ്യില്ല. ഇനി അയാളെങ്ങനെ വന്നു എന്നുണ്ടെങ്കിൽ അത് ആർമിക്കൊരു ഡിസ്റെസ്പെക്റ്റാണ്. അത് സെക്യൂരിറ്റി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന വലിയ കാര്യങ്ങളിലേക്ക് ഇത് പോവും. ഐ ഡോണ്ട് നോ, അങ്ങനെയൊക്കെ പോവുമോ? എൻ്റെ സംശയം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. മേജർ രവി ഇന്ന് ചെയ്തതിൽ എന്തെങ്കിലും ഉണ്ടോ, എന്താ സ്ഥിതി എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം വളരെ ക്ലിയറായിട്ട് നിങ്ങൾ വാട്ട് യു തിങ്ക്, ലൈക്ക് അയാൾ ചെയ്തതിൽ എന്താ തെറ്റുണ്ടോ എന്നുള്ള കാര്യം. റൂളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, അങ്ങനെ സത്യമാണ്, സ്പെഷ്യൽ ഒക്കേഷൻസിൽ ഇടാൻ പാടുള്ളൂ എനിക്ക് മനസ്സിലാക്കിയത്. ഇതിപ്പോൾ ഒരു അത്രയും വലിയ ദുരന്തം നടന്ന സ്ഥലമല്ലേ അല്ലേ. ഇന്നിപ്പോൾ ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുള്ള ലാലേട്ടൻ്റെ ഡ്രസ്സിൻ്റെ റിലേറ്റഡ് ആയിട്ട്. ഓക്കെ, മറ്റേ ലാലേട്ടൻ കേണൽ വേഷത്തിൽ എത്തിയെന്ന് പറഞ്ഞിട്ട് ചില പ്രത്യേക ടൈപ്പ് ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളൂ കേട്ടോ. വീണ്ടും ഇതിവിടെ പറയുന്നില്ല. ഈ വിഷയത്തിൽ, മേജർ രവിയുടെ വിഷയത്തിൽ ഞാൻ ആരുടെയും കൂടെ നിൽക്കുന്നില്ല. നമ്മൾ ഒറ്റ കാര്യം മാത്രം നമ്മുടെ അഭിപ്രായം, ഈ ദുരന്തം നടക്കുന്ന സമയത്ത് മറ്റേ വാമക്കോയ പറഞ്ഞാൽ ഒരാൾ ആശുപത്രി കിടക്കുമ്പോഴല്ല ചെറ്റവർത്തനം പറയാന്നുള്ള സിറ്റുവേഷൻ ഉണ്ടല്ലോ, ആ ഒരു ഇത് മാത്രം ഓർമ്മിപ്പിക്കുന്നു. ബാക്കി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ.